السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد. الله سبحانه وتعالى അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്ത് വിവിധ പ്രദേശങ്ങളിൽ ഗസയിൽ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഹിമ്മത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഫതഹ് കൊണ്ടും അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു സലാമത്ത് നൽകി ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഇടവേളയ്ക്ക് ശേഷം അൽഹംദുലില്ലാഹ് നിങ്ങളുമായി ഒത്തുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും പരിശ്രമങ്ങളെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന്റെ ദീനിയായ ചൈതന്യം നിലനിർത്താൻ എല്ലാ ഒത്താശകളും നിർവഹിക്കാനുള്ള തൗഫീഖ് കൊണ്ട് നമ്മെയും നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ ദീനീ സംരംഭങ്ങളുടെ സഹകാരികളെയും ഒക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഓർമ്മകളുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റബീഉൽ ആഖിർ, കഴിഞ്ഞ ആഴ്ച ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, ധാരാളം ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ സ്മരണകളെ കൊണ്ട് ധന്യമാക്കപ്പെടുന്ന ഒരു മാസമാണ്. കേരളത്തിൽ പ്രത്യേകമായി മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സ്മരണകളെ കൊണ്ട് നമ്മുടെ നാടും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും ഒക്കെ അവിടുത്തെ സ്മരണയിലായി സ്മരണാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ഉറൂസുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മാസമാണ്. ഏതാണ്ട് 900 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് 10,000-ലധികം കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇറാഖിലെ ബഗ്ദാദിൽ അന്ത്യവിശ്രമം ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ 1000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി സ്മരിക്കപ്പെടുന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്മരണകൾ ഈ നാട്ടിൽ മഹാനവറുകളെ കുറിച്ച് ഉണ്ടായത്? അതിന് നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. മറ്റു ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക്, കേന്ദ്ര സ്ഥലങ്ങളിലേക്കൊക്കെ ഇസ്ലാം കടന്നെത്തിയത് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ, കേരളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കടന്നെത്തിയെന്ന് മാത്രമല്ല, നമ്മുടെ ഈ തീരപ്രദേശങ്ങൾ, കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉടനീളം 12 പള്ളികൾ അക്കാലത്ത് നിർമ്മിക്കപ്പെടുകയുണ്ടായി. ആ പള്ളികളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ വളരെ തലയെടുപ്പോടുകൂടി നിലനിൽക്കുന്ന പള്ളികളാണ്. കൊടുങ്ങല്ലൂരിലും കാസർഗോഡിലും വളപട്ടണത്തും മാടായിലും ഒക്കെ നിരവധി പള്ളികൾ. അങ്ങനെ കേരളത്തിന് വളരെ വലിയ ശുദ്ധമായ ഇസ്ലാമിക പാരമ്പര്യത്തെ അവകാശപ്പെടാൻ കഴിയും. അതിന്റെ ഒരു തുടർച്ച എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ തീരപ്രദേശങ്ങളിലൂടെ ഇസ്ലാം കടന്നു വന്ന കൈവഴികളിലൊക്കെ നോക്കിയാൽ കേരളത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നെത്തുവാൻ സാധ്യതയുണ്ടായിരുന്ന വിഭാഗമായിരുന്നു യമനികൾ. യമനിൽ ഇസ്ലാമിന്റെ വളരെ തെളിഞ്ഞ ശോഭയോടുകൂടി ഇസ്ലാമിന്റെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ നിലനിൽക്കുന്ന പ്രദേശമാണ്. ആ യമനിൽ ജ്ഞാനവും ആത്മജ്ഞാനവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യമനിൽ നിന്ന് വരുന്ന ഇസ്ലാമിന്റെ പ്രബോധകർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ നൽകപ്പെടാറുണ്ടായിരുന്നു. ആ യമനിൽ നിന്നാണ് കേരളത്തിലേക്ക് പിന്നീട് ഇസ്ലാമിക വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത്. യമനിൽ നിന്ന് കടന്നു വന്ന കൂട്ടത്തിൽ സയ്യിദന്മാരുണ്ടായിരുന്നു.
ആ സയ്യിദന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള ആളുകൾ അവരെ സ്വീകരിച്ചു. അമുസ്ലിം ഭരണാധികാരികൾ അവർക്കുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. കാരണം ഒരു മുസ്ലിം സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ നേതൃത്വം ഒരിടത്തുണ്ടെങ്കിൽ അത് അമുസ്ലിം ഭരണാധികാരികൾക്ക് പോലും ആ നാടിന്റെ സുരക്ഷയ്ക്ക് അതൊരു സഹായകമായിരിക്കും. കാരണം അത് മുസ്ലിമീങ്ങളുടെ മാത്രം അത്താണിയായിരിക്കില്ല, ആ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും ഒരു ആശാകേന്ദ്രമായിട്ട് ആ ഒരു ആത്മീയ നേതൃത്വം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് കേരളത്തിൽ അവർക്ക് അതിന് സൗകര്യം നൽകപ്പെട്ടത്. സയ്യിദന്മാരും ആലിമീങ്ങളും ഒരേ സമയം കേരളത്തിലേക്ക് കടന്നു വന്നു. സയ്യിദന്മാരുടെ ആത്മീയ നേതൃത്വം ഉണ്ടായി, ആലിമീങ്ങളുടെ വൈജ്ഞാനികമായ നേതൃത്വം ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ യമനുമായുള്ള ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷാഫിഈ മദ്ഹബിന് ഏറ്റവും കൂടുതൽ പിന്തുണയുണ്ടാകുന്ന, ഷാഫിഈ മദ്ഹബിനെ പിന്തുടരുന്ന വിശ്വാസികൾ കൂടുതൽ ഉണ്ടായത്. അത് ഇന്ത്യയുടെ ഈ അറബിക്കടലിനോട് ഓരം ചേർന്നുള്ള തീരപ്രദേശങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോയാൽ അവിടെയൊക്കെ ഈ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളുടെ അനുയായികളുടെ പിന്തുടർച്ചക്കാരുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയും. കേരളം കഴിഞ്ഞ് കർണാടകയിലൂടെ നമ്മൾ കർണാടകയുടെ ബഡ്കിൽ പ്രദേശത്തൂടെ പോകുമ്പോൾ അവിടെ ഷാഫിഈ മദ്ഹബുകാരാണ്. ഗുജറാത്തിലേക്ക് എത്തുമ്പോഴും തീരപ്രദേശങ്ങളിൽ ഷാഫിഈ മദ്ഹബുകാരാണ്. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടായി. വൈജ്ഞാനികമായി ഷാഫിഈ മദ്ഹബിന്റെ പാരമ്പര്യമാണ് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടത് എങ്കിൽ അതേ തുടർച്ചയിൽ ആത്മീയമായ ഒരു കൈമാറ്റവും ഒരു ശൃംഖലയുടെ കൈമാറ്റവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കേരളം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലേക്ക് ആത്മീയമായ ഒരു വഴിയുടെ കൈമാറ്റം ഏറ്റവും കൂടുതലായിട്ടുണ്ടായത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിലേക്ക് ചെന്നുമുട്ടുന്ന ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സിൽസിലകളാണ്. ഈ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണക്കാരായ വിശ്വാസികൾ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായ ഇസ്ലാമികമായിട്ടുള്ള ഉള്ളടക്കങ്ങളെ സ്വീകരിച്ചത് ഇന്നത്തെ പോലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെയല്ല. മദ്രസകളോ ഇതുപോലെയുള്ള പള്ളികളോ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ സൗകര്യങ്ങളോ ഒന്നും ലഭ്യമായിരുന്നില്ല. അവർ ഓരോ പ്രദേശത്തുമുള്ള പണ്ഡിതന്മാരെയും ആത്മീയ നേതാക്കളെയും സമീപിക്കും. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അവർ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച്, അവർ കൊടുക്കുന്ന ഔറാദുകൾക്കും അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന രീതിയാണ്. അങ്ങനെ കേരളത്തിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഓരോ നാടുകളിലും ആത്മീയ മുഖങ്ങളായിട്ടുള്ള ഗുരുശ്രേഷ്ഠന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരിലൂടെയാണ് പിന്നീട് ആത്മീയ ജീവിതത്തിന്റെ കൈമാറ്റങ്ങൾ ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഒരു സവിശേഷ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും ഈ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ മശായിഖുമാരെ കാണാൻ കഴിയും. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് അയിലക്കാട് മഹാനായ ഷെയ്ഖ് സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വിശ്രമിക്കുന്നത്. മഹാനായ ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഗുരുവാണ്. ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി അവറുകളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച ധാരാളം ആളുകൾ കേരളത്തിൽ പണ്ഡിതന്മാരായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഓരോ ആലിമീങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയ നിരവധി മഹത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. കക്കടിപ്പുറത്ത് മൂപ്പർ, ആർക്കാണ് കക്കടിപ്പുറത്ത് മൂപ്പരെ കുറിച്ച് ഈ പ്രദേശത്ത് ആശങ്കയുള്ളത്? എല്ലാവരും അവരുടെ ഉള്ളിലേക്ക്, സാധാരണക്കാരന്റെ ഉള്ളിലേക്ക് ഒരു റൂഹിയായ പ്രകാശത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ തരികിൽ പോയിരിക്കാറുണ്ടായിരുന്നു. മഹാനായ ശൈഖുൽ മർഹൂമത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ അവരുടെ സവിധത്തിൽ പോയിരിക്കാറുണ്ടായിരുന്നു. ഈ കക്കടിപ്പുറത്ത് മൂപ്പർ ഉൾപ്പെടെ, അതുപോലെ ഞണ്ടാടി ഷെയ്ഖ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ചാപ്പനങ്ങാടി ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, മലബാറുകാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് തൃശൂർ ജില്ലയിലൊക്കെ ചാപ്പനങ്ങാടി ഉസ്താദിനുണ്ടായിരുന്ന സ്വാധീനം നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്നും തൃശൂർ ജില്ലയിലൊക്കെ നമ്മൾ പോയാൽ തെക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും മലബാറിന്റെ വിവിധ പള്ളികളിലും അവിടെ എല്ലാ മാസത്തിലും ചാപ്പനങ്ങാടി ഉസ്താദ് സ്ഥാപിച്ച ദിക്റുകൾ നടത്തപ്പെടാറുണ്ട്. നോക്കൂ, നമ്മുടെ നാട്ടിന്റെ പള്ളികളുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ വീടുകളുടെ ഒരു പ്രത്യേകത. മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ ആത്മീയ കേന്ദ്രങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന, ആത്മീയമായ ത്വരീഖത്തുകളുടെ സാവിയകളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ആത്മീയ അന്തരീക്ഷത്തെ കേരളത്തിന്റെ ഓരോ വീടുകളിലും സ്ഥാപിക്കാൻ ഇവിടുത്തെ മശായിഖുമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു പതിവ് എങ്ങനെയായിരുന്നു? മഗ്‌രിബിന്റെ മുമ്പ് വീട്ടിലേക്ക് എല്ലാവരും വീടിന്റെ വാതിലുകളൊക്കെ അടച്ച് വീട്ടിൽ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. ആ രാത്രി ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം ഭക്തിസാന്ദ്രമായ ഒരു ആത്മീയതയുടെ തണലനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു. അവിടെ ഉസ്താദുമാരിൽ നിർദ്ദേശം കിട്ടിയിട്ടുള്ള ഔറാദുകളെ പതിവാക്കുന്ന,
വിശുദ്ധ ഖുർആനിന്റെ പാരായണം, മൗലിദ് പാരായണം ചെയ്യുന്ന റബീഉൽ അവ്വലായാൽ മൻഖൂസ് മൗലിദ്, റബീഉൽ ആഖിറായാൽ പിന്നെ മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ മൗലിദ്, റിഫായി മൗലിദ് അത് പതിവാക്കുകയും അതുപോലെ നമ്മുടെ നാട്ടിൽ മൗലിദ് കിതാബുകളിലൂടെ മശായിഖന്മാരുടെ ഇജാസത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ധാരാളം ദിക്റുകളെ, ഔറാദുകളെ ചൊല്ലി അതിലൂടെ ആത്മീയമായ ആനന്ദം കണ്ടെത്തുന്ന ഒരു ആത്മീയ സത്രങ്ങളെ എല്ലാ വീടുകളിലും സ്ഥാപിക്കുന്ന ഒരു പാരമ്പര്യത്തെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് സാധ്യമായതാണ്? നമ്മുടെ നാട്ടിലെ മശായിഖന്മാർ സാവിയകളിൽ കൂടിയിരുന്നവരായിരുന്നില്ല. അമ്പങ്കുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ, ബീരാൻ ഔലിയ ഉപ്പാപ്പനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഈ നാടുകളിലൂടെ ഒക്കെ നടന്നു വന്നിരുന്നു. എത്ര ഇടങ്ങളിലാണ് മഹാനവറുകൾക്ക് പിന്നെ സത്രങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് ദുആ മജ്‌ലിസ് സംഘടിപ്പിച്ച് പിരിഞ്ഞുപോയി ആ രാത്രി തന്നെ മഴ കിട്ടിയ അനുഭവങ്ങൾ അനുഭവിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട്. അവരിങ്ങനെ സാധാരണക്കാർക്കിടയിലൂടെ നടക്കുകയാണ്. ചാപ്പനങ്ങാടി ഉസ്താദിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, കക്കടിപ്പുറം മൂപ്പരെ കണ്ടിട്ടുണ്ട്. മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് റബ്ബറല്ലാഹു മർഖദ 4 തുരീഖത്തുകളുടെ ഇജാസത്തും സ്വീകരിച്ച ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ശിഷ്യരായിരുന്നു. മഹാനവർകൾ എത്ര പള്ളികളിലാണ് ഈ ഖാദിരിയത്തിന്റെയും അതുപോലെ പിന്നെ അവിടുത്തെ തുരീഖത്തുകളുടെയും ഇജാസകളിലൂടെ സ്വലാത്ത് മജ്‌ലിസുകൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വലാത്തുകൾ നിർവഹിക്കാറുണ്ട്. നമ്മൾ ഇതാ ഇന്ന് മഗ്‌രിബിക്ക് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് സ്ഥാപിച്ച സ്വലാത്തുണ്ട്. എല്ലാ സ്വലാത്ത് മജ്‌ലിസുകളുടെയും ആരംഭത്തിൽ, എല്ലാ ദിക്ർ മജ്‌ലിസുകളുടെയും ആരംഭത്തിൽ ഈ മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? നമുക്ക് ഈ ആത്മീയമായ ആനന്ദത്തിന്റെ കാരണക്കാർ അവരാണ്. അവരിലേക്ക് ചെന്നുമുട്ടുന്ന ഒരു പരമ്പരയാണ്. കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ സാമാന്യമായിട്ടുള്ള പാരമ്പര്യ ഇസ്ലാമിന്റെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു ആത്മീയമായ കടപ്പാടുണ്ട് മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളോട്. ഈ ആത്മീയമായ അനുഭൂതികൾക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടായത് ഈ ഖാദിരിയത്തിന്റെ മശായിഖന്മാരിലൂടെയാണ്. അതുകൊണ്ടാണ് ആ കടപ്പാടിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ ഖാദിരിയത്തിന്റെ അമലുകൾ, അതിന്റെ സ്മരണകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായത്. അതുകൊണ്ടാണ് ഖുതുബിയ്യത്ത് ഇവിടെ വ്യാപകമായത്. അതുകൊണ്ടാണ് മുഹയ്യദ്ദീൻ റാത്തീബ് നമ്മുടെ നാട്ടിൽ വ്യാപകമായത്. അതുകൊണ്ടാണ് നമ്മുടെ മശായിഖന്മാർ നടത്തുന്ന ദിക്ർ മജ്‌ലിസുകളിലെല്ലാം അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു കടപ്പാടിനേക്കാൾ വലിയ കടപ്പാട് മറ്റെന്താണ്? മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 500കളിൽ ജീവിച്ച മഹാനാണ്. മഹാനവറുകൾക്ക് നൽകപ്പെട്ട സ്ഥാനപ്പേരെന്താണ്? മുഹയ്യദ്ദീൻ, ദീനിനെ പുനർജീവിപ്പിച്ചവർ എന്നാണ്. ദീനിനെ പുനർജീവിപ്പിച്ചവർ. ആ ഹിജ്റ 500കളുടെ ഘട്ടത്തിൽ ഇറാഖിൽ ഉണ്ടായിരുന്ന ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആളുകളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷേ ഇസ്ലാമിന്റെ, ദീനിന്റെ, ഈമാനിന്റെ വെളിച്ചത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യർ ധാരാളമുണ്ട്. ചരിത്രം പറയുന്നത് ഉറങ്ങിയിരുന്ന ആളുകളായിരുന്നില്ല. അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് ദീനിന്റെ പ്രകാശം കൊടുക്കാൻ ഉറങ്ങിയവരെ ഉണർത്തുന്ന പണിയെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അവർക്ക് ആത്മീയമായ അനുഭൂതിയെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയവരാണ്. അവർ ഉറക്കം നടിക്കുന്നവരെ പോലെയാണ്. ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടായ ഘട്ടത്തിലാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് വരുന്നത്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്ലിം സമൂഹത്തിന്റെ പുനർജീവിതത്തിന് വേണ്ട ഒരു മാഗ്ന കാർട്ട തയ്യാറാക്കിയിരുന്നു. അതാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളുടെ പുനർജീവീകരണം. അതും തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതിന്റെ പ്രയോഗവൽക്കരണം നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഏകാന്തവാസത്തിലേക്ക് പോവുകയും മഹാനവറുകൾ വഫാത്താകുന്ന ഘട്ടം ഉണ്ടായി. മഹാനവറുകൾ ഏകാന്തവാസത്തിലേക്ക് പോയ കൊല്ലമാണ് ബഗ്ദാദിലേക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 532 വരെ മഹാനവറുകളുടെ പഠന നൈരന്തര്യ ജീവിതങ്ങളാണ്. അതിനുശേഷം ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ പരിചയപ്പെടുത്തിയ ആത്മീയമായ സിദ്ധാന്തങ്ങളെ ജനങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കുന്ന ഒരു മുഹയ്യദ്ദീനായിട്ട് മാറുകയായിരുന്നു ശൈഖ് ജീലാനി റളിയല്ലാഹു. അതുകൊണ്ടാണ് അല്ലാഹു അവരിലൂടെ ധാരാളം കറാമത്തുകൾ വെളിവാക്കിയത്. എന്തുകൊണ്ട്? വിശ്വാസികളായ ആളുകൾ ഇസ്ലാമിന്റെ നേർമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു, പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടുന്നു, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ അവരെ കൂടുതൽ ആത്മീയമായ ആനന്ദത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ മശായിഖന്മാരിലൂടെ അള്ളാഹു കറാമത്തുകളെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ശൈഖ് ജീലാനി തങ്ങൾക്ക് കൂടുതൽ കറാമത്തുകൾ ഉണ്ടായത്. സ്വഹാബികളുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ? ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ വിശ്വാസത്തിന്റെ ബലം ഉറപ്പെടുത്തൽ ആവശ്യമായ ഘട്ടത്തിലാണ് വലിയ കറാമത്തുകൾ വെളിപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ യുദ്ധവേളയിലേക്ക്
യുദ്ധഘട്ടത്തില് ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ വലിയ വിശ്വാസത്തിന്റെ ആളുകളാണെങ്കിൽ വിഷം കുടിച്ച് കാണിച്ചു തരണമെന്ന്. മഹാനവറുകൾ ആ സമയത്ത് അവിടെ കറാമത്ത് അവരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തി. മഹാനവറുകൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് വിഷം കുടിച്ചപ്പോൾ ആ ഒരു വിഷബാധയും ഏറ്റില്ല എന്ന് മാത്രമല്ല, അതിലൂടെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഒരു പോറൽ പോലും ഏറ്റില്ല എന്ന ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു സ്വഹാബത്തിന്. ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് അത് ആ ഒരു സവിശേഷത നീ കാണിച്ചു കൊടുക്കുന്നത് വരെ എന്നെ മരിപ്പിക്കരുത് എന്ന് ദുആ ചെയ്തിരുന്നു. അത് കാണിച്ചു കൊടുത്തല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ശത്രുക്കൾക്കിടയിലേക്ക് പോയ മഹാനായ ഒരു പണ്ഡിതൻ, ഒരു ആത്മീയ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഈ തീയിലൂടെ നടത്തപ്പെടുകയും ഒരു ഓറൽ പോലും ഏൽക്കാതെ രക്ഷിക്കപ്പെടുകയും ചെയ്യുകയും അതിലൂടെ ധാരാളം ആളുകൾ ഇസ്ലാമിൽ അനുഭവിക്കുന്ന സ്ഥിതിയും ഉണ്ടായത്. ഇത് ഈ കറാമത്തുകളുടെ ഒരു സവിശേഷത ഇങ്ങനെയാണ്. ആളുകൾക്ക് യഖീൻ ഉണ്ടാകാൻ, ഈമാനിലേക്ക് അവർ അടുപ്പിക്കാൻ മഹാന്മാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ശൈഖ് അവറുകളിലൂടെ കറാമത്തുകൾ വെളിപ്പെട്ടത്. ലോകത്ത് ധാരാളം ഔലിയാക്കൾ ഉണ്ടെങ്കിലും നമുക്ക് ശൈഖ് അവറുകളോടുള്ള ഒരു കണക്ഷന്റെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ നമ്മളൊക്കെ കൈപിടിച്ച് മുത്തിയ മഹാന്മാർ, നമ്മളൊക്കെ ദുആ ചെയ്യിപ്പിച്ച മഹാന്മാർ, നമ്മളൊക്കെ മന്ത്രിച്ചൂതാൻ വേണ്ടി സമീപിക്കുന്ന മഹാന്മാർ, അവരൊക്കെ പിടിച്ച കൈ ഖാദിരിയത്തിന്റെ കൈയാണ്. അവരൊക്കെ കൈമുത്തിയ, അവരൊക്കെ ഇജാസത്തുകൾ സ്വീകരിച്ചത് ഈ ഖാദിരിയത്തിന്റെ മഹാന്മാരിലൂടെയാണ്. അങ്ങനെ ഒരു ആത്മീയ ബന്ധം വിശ്വാസികൾക്ക് എപ്പോഴും വേണം. അതുകൊണ്ടാണ് നമ്മൾ ആലിമീങ്ങളുടെ അരികിൽ പോയി ദുആ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അനുവാദ പ്രകാരമുള്ള മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ മദ്രസയിലെ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിയുന്നു എന്നല്ല. അതൊരു കണക്ഷനെ നമ്മൾ ബന്ധിപ്പിക്കലാണ്. ഷാദുലിയത്തിന്റെ ഒരു കണക്ഷൻ. മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, അങ്ങനെ ഇമാം അദവി ഉൾപ്പെടെ, ഇമാം ഹാഷിമി ഉൾപ്പെടെ, സഅദുദ്ദീൻ മുറാദ് തങ്ങളിലൂടെ, അവരുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഐസ റഹ്മഹുള്ളയിലൂടെ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കണ്ണിയിൽ നമ്മൾ പോയി പിടിക്കലാണ്. അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ അനുവാദ പ്രകാരമുള്ള സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മീയമായ ഒരു കണക്ഷൻ ഈ ത്വരീഖത്തുകളുമായിട്ടുണ്ടാവലാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഈ അനുഭൂതികളെ ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ കേവലം അമലുകളെ കൊണ്ട് പ്രത്യേകമായി സാധ്യമാകില്ല എന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരുടെ മദതുകളെ കൊണ്ട് അള്ളാഹു നമ്മളേക്ക് അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഈമാനിൽ നിന്ന് ആളുകൾ പതുക്കെ തെറിച്ചു പോകുന്ന കാലത്ത് അത്തരത്തിലുള്ള ആത്മീയ ബന്ധങ്ങളെ കൊണ്ട്, ശരിയായ ആത്മീയ ബന്ധങ്ങളെ കൊണ്ട് അള്ളാഹു തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശരീഅത്തിലൂടെ ജീവിച്ച് ആ ശരീഅത്തിന്റെ പൂർണ്ണതയിലൂടെ ജീവിക്കുകയും എന്നിട്ട് ആത്മീയമായ അനുഭവങ്ങളെ ആസ്വദിക്കുവാനുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.